എൻ്റെ ബോഡി ഇങ്ങനെ ചിതയിലേക്ക് കൊണ്ടുപോകാൻ നേരത്താണ് എൻ്റെ ബോഡിക്ക് ഒരു അനക്കം വന്നത്. അപ്പൊ എത്ര നേരത്തോളം നമ്മളിപ്പോ ആ ഒരു ഫ്രീസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ? ഏകദേശം ഒരു 6 മണിക്കൂർ 6 മണിക്കൂറോളം അങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ ചടങ്ങുകളൊക്കെ അതാ പറയുന്നത്, നമ്മൾക്ക് അനുഭവം ഇല്ലാത്തൊരു കാര്യം വിശ്വസിക്കരുത്. ഈ വായന്ന് മൂക്കിനൊക്കെ ബ്ലഡ് വന്ന് ആകെ സീനായി അനക്കില്ലാണ്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെയൊക്കെയാണ് ഇത്. പിന്നെ ഡോക്ടർ വന്ന് നോക്കി ഇങ്ങനെ നമുക്ക് പൾസ് ഇല്ലാത്തവരെ ഒരു അവസ്ഥ ഉണ്ടായി. എൻ്റെ ബോഡി ഈ ഒരു മരണപ്പെട്ട കുഴിയുടെ കർമ്മങ്ങളടക്കം ചെയ്യണമുണ്ട്. നമ്മളിങ്ങനെ കുടം കുത്തിയൊക്കെ ഒഴിച്ച് ഇങ്ങനെ ചെയ്യുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട്. ഈ ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും അറിയാം. അതടക്കം ചെയ്തതാണ് എന്നെ. ശരിക്കും അൺബിലീവബിൾ ആണ്. 6 മണിക്കൂറോളം ഒരാള് ഹൃദയമിടിപ്പില്ലാണ്ട് പൾസ് ഇല്ലാണ്ട് കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു മെഡിക്കൽ മിറാക്കിൾ തന്നെയല്ലേ? എങ്ങനെയായിരിക്കും മരണത്തിനപ്പുറത്തേക്ക്? എന്താണ് ആ സോളിന് സംഭവിക്കുന്നത്? ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥി രാജീവ് മടത്തിലാലാണ്. നമസ്കാരം സർ. നമസ്കാരം സർ. എന്താണ് മരണത്തിനപ്പുറത്തേക്കുള്ള ഒരു ജീവിതം? എങ്ങനെയായിരിക്കും മരണത്തിനപ്പുറത്തേക്ക്? എന്താണ് ആ സോളിന് സംഭവിക്കുന്നത്? സാറിന് അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യും. ഇത് നമ്മൾക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു രീതിയാണ്. നമ്മൾ ജനിച്ചാൽ ഒരിക്കൽ നമ്മൾ ഈ ശരീരം വിട്ടു പോയേ പറ്റൂ. അതുമായിട്ട് മാത്രം കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ജീവിച്ചിരുന്നൊരു ശൈലിയുണ്ട്. നമ്മൾ ഒരുപാട് ആൾക്കാരായിട്ടുള്ളൊരു ബന്ധങ്ങളുണ്ട്. ആ ഓർമ്മകളാണ് നമ്മൾ പിന്നീട് ജീവിതത്തിലേക്ക് പലർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളായിട്ട് മാറുന്നത്. ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ ജനിച്ച് ഒരു സമയത്ത് എൻ്റെ ഈ ശരീരം വിട്ട് ഞാൻ പോയേ പറ്റൂ. തീർച്ചയായിട്ടും പോയേ പറ്റൂ. അതിനെന്താണ് സംഭവിക്കണമെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. ഞാൻ എൻ്റെ കാര്യം പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അല്ലേ? ഇപ്പോൾ ഞാൻ കുറച്ച് എൻ്റേതായ ഒരു സമയം ഈ ശരീരത്തിൽ വിട്ട് കഴിഞ്ഞാൽ എൻ്റെ ആത്മാവിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. അതിന് എന്തുകൊണ്ടത് പറയാൻ കാരണം, ഞാൻ അതിൽ പോയി തിരിച്ചു വന്ന ഒരാളാണ്. അന്ന് എനിക്കുണ്ടായ അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞു വരുന്നത് ചേട്ടൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്നാണോ? മരണത്തിന് മുഖാമുഖം കാണേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരാൾ മരിച്ചാൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ള എല്ലാ ചടങ്ങും നടത്തിയതാണ്. ഇപ്പം നമ്മൾ കാണാറുണ്ട്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കിടത്തുന്ന രീതിയുണ്ട്, അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുണ്ട്. ഇതെല്ലാം എനിക്ക് വേണ്ടി ചെയ്തതാണ് ഒരു സമയത്ത്. ആണോ? എനിക്ക് എൻ്റെ ഏകദേശം ഒരു 15-16 വർഷത്തിന് മുമ്പാണ് നടന്നത്. അന്ന് ഈ ശരീരം വിട്ട് നമ്മൾ മാറി നിൽക്കുമ്പോൾ നമുക്കെല്ലാം കാണാൻ കഴിയും. ചേട്ടാ ഇപ്പോഴും അതിൽ വല്ലാത്തൊരു ട്വിസ്റ്റ് കിടക്കുന്നു. ശരീരം വിട്ട് മാറി നിൽക്കുക എന്ന് പറയുന്നത് അപ്പം ആക്ച്വലി മരണം സംഭവിച്ചു എന്നുള്ളതാണോ പറയുന്നത്? അന്ന് എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ പൾസ് ഇല്ലായിരുന്നു. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയായിരുന്നു. എന്താണ് സംഭവിച്ചത്? അത് നമ്മൾക്ക് ഈ ഇത്തരത്തിലുള്ള കർമ്മകാര്യങ്ങൾ ലഭിക്കാൻ പോകുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജീവൻ തന്നെ മാറ്റി നിർത്താനുള്ള പലതരത്തിലുള്ള കർമ്മങ്ങളും കഴിവുകളും ഉണ്ടാകും ഓരോരുത്തർക്ക്. അത് എനിക്ക് ലഭിച്ചു എന്നുള്ളത് ഒരു ഭയങ്കരമായിട്ടൊരു അമാനുഷിക കഴിവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് ആ കർമ്മത്തിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് സ്വീകരിച്ചത് എൻ്റെ ശരീരത്തിലേക്ക്. പിന്നീട് അതിന് ശേഷമാണ് ഞാൻ ഇത്തരത്തിലുള്ള കർമ്മകാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയത് എനിക്ക്. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് മനസ്സിലായി, ഇന്ന് ജനങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല അതിൻ്റെ സത്യം എന്നുള്ളത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് പ്രേതമായിട്ട് മാറും, അവരെ ഉപദ്രവിക്കും, അവരെ ശല്യം ചെയ്യും എന്നൊക്കെ പറയുന്നത് എൻ്റെ അറിവിൽ തെറ്റാണ്. അപ്പോൾ ചോദിക്കും, പല വീടുകളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ലേ? ഉണ്ട്. അതെങ്ങനെയുള്ള ആൾക്കാരാണ്? രാജീവേട്ട ആക്ച്വലി എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും ആക്സിഡന്റ് ത്രൂ അങ്ങനെ എന്തെങ്കിലും? അല്ല, അത് വർഷങ്ങളായിട്ട് എനിക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു. ഇതുണ്ടാവാൻ കാരണം വെച്ചാൽ എൻ്റെ വീട്ടിലൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അതിൻ്റെ നാശത്തിന് ശേഷമാണ് അതൊക്കെ സംഭവിക്കുന്നത്. പിന്നീട് എനിക്ക് ഇത്തരം കാര്യങ്ങൾ വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു. എന്താണ് ആക്ച്വലി സംഭവിച്ചത്? എൻ്റെ ക്ഷേത്രത്തിൽ വെച്ചാണ് സംഭവിച്ചത്. ഒരു അപകടം തന്നെയാണ് സംഭവിച്ചത്. അപകടം തന്നെ സംഭവിച്ചത്. അപകടം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും എങ്ങനെയാണ്, എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? അതായത് നമ്മൾക്ക് അത്രയും വലിയൊരു പ്രശ്നമാണ്. ഒരിക്കലും എനിക്കത് പുറത്താ കാര്യം പറയാൻ പറ്റില്ല. പക്ഷെ കണ്ടിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ അമ്മ ഉണ്ടായിരുന്നു, എൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, എൻ്റെ മക്കളുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഈ വായന്ന് മൂക്കിനൊക്കെ ബ്ലഡ് വന്ന് ആകെ സീനായി അനക്കില്ലാണ്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെയൊക്കെയാണ് ഇത്. പിന്നെ ഡോക്ടർ വന്ന് നോക്കി ഇങ്ങനെ നമുക്ക് പൾസ് ഇല്ലാത്തവരെ ഒരു അവസ്ഥ ഉണ്ടായി. എൻ്റെ ബോഡി ഈ
ഒരു മരണപ്പെട്ട കുഴിയുടെ കർമ്മങ്ങളടക്കം ചെയ്യണമുണ്ട്. നമ്മളിങ്ങനെ കുടം കുത്തിയൊക്കെ ഒഴിച്ച് ഇങ്ങനെ ചെയ്യുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട്. ഈ ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും അറിയാം. അതടക്കം ചെയ്തതാണ് എന്നെ. എൻ്റെ ബോഡി ഇങ്ങനെ ചിതയിലേക്ക് കൊണ്ടുപോകാൻ നേരത്താണ് എൻ്റെ ബോഡിക്ക് ഒരു അനക്കം വന്നത്. അപ്പൊ എത്ര നേരത്തോളം നമ്മളിപ്പോ ആ ഒരു ഫ്രീസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ? ഏകദേശം ഒരു 6 മണിക്കൂർ 6 മണിക്കൂറോളം അങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ ചടങ്ങുകളൊക്കെ അതാണ് പറയുന്നത്, നമ്മൾക്ക് അനുഭവം ഇല്ലാത്തൊരു കാര്യം വിശ്വസിക്കരുത്. ഇപ്പം ഞാനത് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ഇതൊരു മെഡിക്കൽ മിറാക്കിൾ അല്ലേ? സാധാരണഗതിയിൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് വരെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന ഒത്തിരി ആൾക്കാരുടെ എക്സ്പീരിയൻസസ് ഒക്കെ നമുക്ക് കിട്ടും. അതേപോലെ പക്ഷെ ഇത് ശരിക്കും അൺബിലീവബിൾ ആണ്. 6 മണിക്കൂറോളം ഒരാൾ ഹൃദയമിടിപ്പില്ലാണ്ട് പൾസ് ഇല്ലാണ്ട് കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു മെഡിക്കൽ മിറാക്കിൾ തന്നെയല്ലേ? എനിക്കിത് വലിയതായിട്ട് അത്ഭുതമായിട്ട് തോന്നുന്നില്ല. കാരണം ഇത് പഠിക്കാൻ ഇപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് വരുന്നുണ്ട്, സർജന്മാർ വരുന്നുണ്ട്. അവർക്ക് റിയലായിട്ട് ഇത് അനുഭവമുള്ള ആൾക്കാരാണ്. പക്ഷെ ഞാനിപ്പോഴും നിൽക്കുന്നത് ബാക്കിലേക്കാണ്. എന്തായിരുന്നു ആക്ച്വലി ആ സംഭവിച്ചിരുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ അപകടമാണ് എന്ന് പറഞ്ഞു, എന്തെങ്കിലും വണ്ടി ഇടിക്കും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ? അല്ലെങ്കിൽ അല്ല, നമ്മൾ ഇതൊരു ഇത്തരം കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരു കർമ്മം അല്ലെങ്കിൽ ഇത്തരം രീതിയിലുള്ള കർമ്മങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് ആ കർമ്മയോഗിക്കേണ്ട ഒരു നിയോഗമാണ് ഒന്നാമത്തെ കാര്യം. ഇതൊരു അപകടം തന്നെയായിരുന്നു സംഭവം. അതെന്തുകൊണ്ട് ഞാനത് പുറത്ത് പറയാന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ എനിക്കുള്ളത് കൊണ്ടാണ്. പ്രൈവസി മാനിച്ചിട്ടാണ് എന്താണ് അപകടം എന്നുള്ളത് ഞാൻ പറയാം. ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്കാണ് തീർച്ചയായിട്ടും അതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനുശേഷം ഇത്തരം കാര്യങ്ങൾ മാറിയതിന് ശേഷം ഞാൻ ഒരുപാട് ആൾക്കാരെ ഇങ്ങനത്തെ പോയ അവസ്ഥയിലുള്ളവരെ തിരിച്ചു കൊണ്ടിട്ടുണ്ട്. പല ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് ആ ഡോക്ടർമാർ കൈയൊഴിഞ്ഞ് എന്ന് പറഞ്ഞ ആൾക്കാരെ തിരിച്ചു കൊണ്ടിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളിൽ തന്നെ പോയിട്ട്. ഇപ്പോൾ ഈ ചാനൽ ഇത് കാണുമ്പോൾ എല്ലാവരും അന്ന് പിന്നെ വേറെ ആരുടെ ആവശ്യമില്ലല്ലോ, നീ അവിടെ പോയിരുന്ന എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ ഇഷ്ടം പോലെ. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്നെ വിശ്വസിക്കാവുന്നവർക്ക് മാത്രമേ ചെയ്തു കൊടുത്താൽ മതി. അത് ഞാൻ ചെയ്തു കൊടുത്ത ഡോക്ടേഴ്സും എന്നെ അറിയുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ എനിക്ക് ഇതറിയാം. ഇതെന്തുകൊണ്ടാണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം ഞാനങ്ങനെ മാറി നിൽക്കുന്നു, എൻ്റെ ബോഡി വിട്ട് മാറി നിൽക്കുന്നത് എൻ്റെ മാത്രം കഴിവല്ല. ഇത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.